السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء. ഏറ്റവും പ്രിയം നിറഞ്ഞ വിജ്ഞാന വിരുന്നിലെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുടനീളം ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ വസിയത്ത് ചെയ്ത എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗികൾക്ക് ശിഫ നൽകട്ടെ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നല്ല നിലയിൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, വിജ്ഞാന വിരുന്നിന്റെ 51ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഉള്ളത്. സൂറത്തുൽ ഇഖ്ലാസിന്റെ ആമുഖമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ്, ഏത് സന്ദർഭത്തിലാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങിയത്, അതിന്റെ മഹത്വങ്ങൾ എന്ത്, അത് എപ്പോഴൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില ഇസ്മുകൾ, നബിയുടെ അല്ലാഹുവിന്റെ ചില വിശേഷണങ്ങൾ അല്ലാഹു ഇതിൽ പരിചയപ്പെടുത്തി തരികയാണ്. 5 വിശേഷണങ്ങളാണ് അല്ലാഹു തആല ഇതിൽ പരിചയപ്പെടുത്തി അല്ലാഹു തആലയെ കുറിച്ചുള്ള ഒരു വിശ്വാസം ദൃഢീകരിക്കാൻ വേണ്ടി നമുക്ക് അറിയിച്ചു തരുന്നത്. ആ ഭാഗത്തിലൂടെയാണ് ചെറിയ രീതിയിൽ നമ്മുടെ ചർച്ച പോകുന്നത്. അല്ലാഹു നല്ല നിലക്ക് അത് പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. എന്നാലും ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, നബിയെ തങ്ങൾ അറിയിച്ചു കൊടുക്കുക, ഏതൊരു ആരാധ്യന്റെ തൗഹീദിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നുവോ അവന്റെ ഗുണവിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം, നിങ്ങൾ കേട്ടുകൊള്ളുക എന്ന അർത്ഥത്തിൽ ഏത് അള്ളാഹുവിനെയാണോ നമ്മളൊക്കെ ആരാധിക്കുന്നത് ആ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്, നിങ്ങളത് കേട്ടുകൊള്ളുക എന്ന് ഖുൽ എന്നതിന് നമുക്ക് അർത്ഥം. ഹുവല്ലാഹു അഹദ്, കാര്യം അല്ലാഹു ഏകനാകുന്നു. ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു എന്ന വാക്ക് മഹത്വത്തിന്റെ എല്ലാ ഗുണവിശേഷണങ്ങളും ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ അഹദ് എന്നത് പരിപൂർണതയുടെ എല്ലാ ഗുണവിശേഷങ്ങളും ഒരുമിച്ച് കൂടിയതാണ്. അല്ലാഹു എന്ന വാക്ക് മഹത്വത്തിന്റെ എല്ലാ ഗുണവിശേഷണങ്ങളും ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ അഹദ് എന്ന വാക്കും പരിപൂർണതയുടെ എല്ലാ വിശേഷ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയതാണ്. അവന്റെ സത്തക്ക് ബഹുത്വമോ ഘടനയോ ഇല്ലാത്തവൻ, രണ്ടാമതൊരു അള്ള ഇല്ലാത്തവൻ, ഏകനാണ് എന്ന് പറഞ്ഞു. ഇണയോ തുണയോ പങ്കാളിയോ ഇല്ലാത്തവൻ, അതിന്റെ സത്തയിലും ഗുണത്തിലും പ്രവർത്തനത്തിലും ഏകനായുള്ളവൻ എന്നർത്ഥം, വേറെ ഒരാളില്ല. അഹദ് എന്ന വാക്കിന് ഏകൻ എന്നർത്ഥം, ഒരുവൻ എന്നൊക്കെ അർത്ഥം. ഏകൻ, ഒരുവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥമെങ്കിലും അതിന്റെ പ്രയോഗത്തിന് ചില പ്രത്യേകതകളുണ്ട്. ലാ അഹദ, ഒരാളുമില്ല എന്ന നിഷേധ രൂപത്തിൽ ഈ വാക്ക് പറയുമ്പോൾ അത് സൃഷ്ടികളെ പറ്റി ഉപയോഗിക്കാറുണ്ടെങ്കിലും സ്ഥിരപ്പെടുത്തുന്ന രൂപത്തിൽ പറയുമ്പോൾ അത് അള്ളാഹുവിനെ പറ്റി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ലാ അഹദ, ഒരാളുമില്ല. മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ ഇവിടെ ഒരാളും ഇല്ല എന്ന് പറയില്ല, ഒരു മനുഷ്യനും ഇല്ലെങ്കിൽ പറയില്ലേ. എന്നാൽ
അത് നമ്മൾ സ്ഥിരപ്പെടുത്തുന്ന രൂപത്തിൽ പറയാം. ഒരാളുമില്ല, വേറെ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ വേറെ ഒരാളും ഇല്ല, ഏകനായിട്ട് വേറെ ഒരാളും ഇല്ല. അതായത് അല്ലാഹു അഹദ് അല്ലെങ്കിൽ അല്ലാഹുൽ അഹദ്, അല്ലാഹു അഹദ് അല്ലാഹു ഏകനാകുന്നു, അല്ലെങ്കിൽ അല്ലാഹുൽ അഹദ് ഏകനായ അല്ലാഹു എന്നെല്ലാം പറയും പോലെ അല്ലേ. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ ഒരാൾ അല്ലെ എന്ന വാക്ക്, ഒരാൾ എന്ന വാക്കിന് നമ്മൾ എന്താ പറയാ? അഹദ് ഒരാൾ എന്ന് പറയില്ലല്ലോ, അവിടെ വാഹിദ് എന്നേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ എണ്ണത്തിൽ ഒരുവൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഏത് നിലയിൽ നോക്കിയാലും ഏകനായിട്ടുള്ളവൻ എന്ന അർത്ഥമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ അൽ അഹദ് അൽ വാഹിദ് എന്നീ രണ്ട് വാക്കുകളും ഉപയോഗിക്കുന്നത്. അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞതിന്റെ ഒരു വിശദീകരണമാണ് ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ ഒന്നാമത്തെ ആയത്ത്, ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു സ്വമദ്, അല്ലാഹു ആരോടും ഒരു നിലക്കും ആശ്രയമില്ലാത്തവനും സർവചരാചരങ്ങളും അവനെ ആശ്രയിക്കുന്നവനുമാകുന്നു. അല്ലാഹു അഹദ്, അല്ലാഹു തആല നിരാശ്രയനാണ്. എന്നാൽ എല്ലാവർക്കും അള്ളാഹുവിനെ അങ്ങോട്ട് ആശ്രയിക്കണം. അതിനാണ് അത്താണി, അള്ളാഹു ഒരു അത്താണിയാണെന്ന് പറയുന്നത്. അത്താണി നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നടന്നു പോകുന്ന പഴയ കാലത്ത് നടന്നു പോകുമ്പോൾ തലയിലുള്ള ചുമട് ക്ഷീണിച്ചു കഴിഞ്ഞാൽ കയറ്റിവെക്കാൻ വേണ്ടിയിട്ട് 3 കല്ലുകൊണ്ട് നിർമ്മിക്കുന്നതാണ് അത്താണി. അത് ഒരാളുടെ ഹൈറ്റിനനുസരിച്ചാണ് അത് സ്ഥാപിച്ചിട്ടുണ്ടാവുക. അതിന്റെ മുകളിൽ നെല്ലായാലും അരിയായാലും മറ്റു ചുമടുകളായാലും അതിന്റെ മുകളിൽ കയറ്റിവെക്കും. എന്നിട്ട് ക്ഷീണം മാറിയാൽ അത് എടുത്തു വെക്കാൻ വേറെ ഒരാൾ ആവശ്യമില്ല, നേരെ തലയിലേക്ക് എടുത്തു വെക്കാൻ പറ്റും. അതിനെ നമ്മൾ അത്താണിക്കല്ല് എന്ന് പറയും. അത്താണിക്കല്ല് എന്ന് പറയും. അത്താണിക്കല്ല് എന്നുള്ളത് നമ്മൾ അത്താണിക്കൽ എന്നൊക്കെ പറഞ്ഞ് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ അത്താണി, അതിനാണ് അത്താണി. സ്വമദ്, അത്താണി, അത്താണി. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ്. നമ്മള് രണ്ടത്താണി എന്നതിന്റെ അതിന്റെ അറബിയാണ് സ്വമദാനി എന്ന് പറയുന്നത്. രണ്ടത്താണി എന്നതിന്റെ അറബിയാണ് സ്വമദാനി. സ്വമദാനി എന്നതിന്റെ അർത്ഥം രണ്ടത്താണി എന്നാണ്. അപ്പൊ അല്ലാഹു സ്വമദ്, അല്ലാഹു നിരാശ്രയനാണ്, വേറെ ഒന്നിനെയും അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടതില്ല എന്ന വാക്ക്, സ്വമദ് എന്ന വാക്കിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒറ്റ വാക്ക് മലയാളത്തിൽ കാണുകയില്ല. നമ്മൾ അത്താണി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അല്ലാഹു സ്വമദ്, അള്ളാഹുവിന്റെ ആ സ്വമദ് എന്നുള്ള ഗുണവിശേഷങ്ങളെ ഒറ്റ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാക്ക് മലയാളത്തിലില്ല. ആരുടെയും ആശ്രയമല്ലാത്ത, എല്ലാവരും ആശ്രയിക്കുന്ന അജയ്യനായ യജമാനൻ എന്നാണ് ചുരുക്കത്തിൽ അതിന്റെ വിവക്ഷ പറയാൻ പറ്റുന്നത്. എന്ന് വച്ചാൽ ആരുടെയും ആശ്രയം ഒരു നിലക്കും വേണ്ടാതിരിക്കുവാനും സർവചരാചരങ്ങൾക്കും ആശ്രയം അനിവാര്യമായിരിക്കുവാനും എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളും സമ്പൂർണമായിട്ടുള്ള മഹാൻ എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സ്വമദ് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി ഒരായത്തിൽ 2 വിശേഷണം പറയുന്നു. ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്. ലം യലിദ്, അവന് സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല. മനുഷ്യനെ അള്ളാഹു പടച്ചിട്ടില്ല എന്നർത്ഥം വെക്കരുത് കേട്ടോ. അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കെട്ടി അതിൽ കുട്ടികൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല, അവന് ഉണ്ടായിട്ടില്ല എന്നർത്ഥത്തിൽ. ലം യലിദ്, അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ സന്താനമായി ജനിച്ചിട്ടുമില്ല. വേറെ ഒരു മാതാവിൽ നിന്ന് പിറന്നവൻ എന്ന അർത്ഥത്തിൽ അല്ല. ഒരാൾ അള്ളാഹുവിന് കുട്ടിയുമില്ല, അള്ളാഹു വേറെ ആളുടെ കുട്ടിയുമല്ല. ലം യലിദ് വലം യൂലദ്, അവൻ മറ്റേതെങ്കിലും വസ്തുവിന്റെ ജനയിതാവല്ല, അഥവാ പിതാവോ മാതാവോ മറ്റൊന്നിൽ നിന്ന് ജനിച്ചവനോ പിരിഞ്ഞുണ്ടായവനോ അല്ല. അവൻ അനാദിയാണ്, അവൻ അനാദിയാണ്, സ്വയംഭൂവാണ്, അന്ത്യമില്ലാത്തവനാണ്. അപ്പോൾ അവന് സന്താനമോ അവതാരമോ യാതൊന്നും ഉണ്ടാകാവുന്നതല്ല. അവയിൽ നിന്നെല്ലാം അല്ലാഹു പരിശുദ്ധനാണ്. അവനല്ലാത്ത അഖില വസ്തുക്കളും അവന്റെ സൃഷ്ടികൾ മാത്രമാണ്. അതാണ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായി ആരും ഒന്നും ഇല്ല.
വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായി ഒരാളുമില്ല, അതുപോലെ ഒരു വസ്തുവുമില്ല. അതുകൊണ്ടാണ് തുല്യമായി ആരും ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അള്ളാഹുവിനോട് തുല്യമായി ഒന്നുമില്ല. അള്ളാഹുവിന്റെ സത്തയിലോ ഗുണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അധികാര അവകാശങ്ങളിലോ സൃഷ്ടി സംഹാര നിയന്ത്രണാധികാരങ്ങളിലോ അറിവിലോ കഴിവിലോ ഒന്നും തന്നെ അവന് തുല്യമായി പങ്കാളിയായി ആരുമില്ല, ഒന്നുമില്ല. അതെ തന്നെ ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെപ്പോലെ ഒരു സാധനവുമല്ല, അവനെപ്പോലെ ഒരു സാധനവും ലോകത്തില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ആകയാൽ ഈ സൂറത്ത് അള്ളാഹുവിന്റെ തൗഹീദിനെ ശക്തമായി സ്ഥാപിക്കുന്നതും ശിർക്കിനെ ശക്തിയുക്തം ഗണ്ണിക്കുന്നതുമാണ്. തൗഹീദ് എന്നാൽ ഇഫ്റാദുൽ മഅബൂദി ബിൽ ഇബാദ മഅ ഇത്തിഖാദി വഹദതി ദാതൻ വസിഫാതൻ വഅഫ്ആല. സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അള്ളാഹു ഏകനാണെന്ന് സുദൃഢമായി ഉറച്ചു വിശ്വസിക്കുന്നതോടുകൂടി അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ശിർക്ക് വെക്കുക, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്ന് വച്ചാൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ, എന്നാൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യ ബിമഅനാ വുജൂബിൽ വുജൂദി കമാലിൽ മജൂസി. ഇലാഹായിരിക്കുക എന്ന സ്ഥാനത്തിൽ അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കാം. ഇലാഹായിരിക്കുക എന്നതിന് രണ്ട് വിധം അർത്ഥമുണ്ട്. ഒന്ന്, ഉണ്ടായിരിക്കുക എന്നത് അനിവാര്യമായിരിക്കും. അള്ളാഹു ഉണ്ടാവുക, ഒരു ആരാധന ഉണ്ടാവുക എന്നുള്ളത് അത് വാജിബുൽ വുജൂദാണല്ലോ, അത് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അതായത് ഉണ്ടാവാതിരിക്കുക എന്ന ഒരു അവസ്ഥ അള്ളാഹുവിൽ ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ. മജൂസികളായ ആളുകൾ അഗ്നി ആരാധകരുടെ വിശ്വാസം അങ്ങനെയാ. എന്ത് ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയത്തി, എങ്ങനെ ബിമഅനാ വുജൂബിൽ വുജൂദ്, മജൂസികൾ പറയുന്നത് പോലെ. ഈ രണ്ടാമത്തതോ ഇസ്തിഹഖാഖുൽ ഇബാദത്തി കമാലിൽ വസനിയ്യ, ഇബാദത്ത് ചെയ്യപ്പെടാനുള്ള അർഹത അല്ലാഹുവിന് മാത്രമല്ല മറ്റു ചില വസ്തുക്കളും അതിന് അർഹതയുള്ളവരാണ് എന്ന് വിശ്വസിക്കലാണ് മറ്റത്. അത് ബിംബാരാധകരായ ആളുകളുടെ വിശ്വാസം. അത് ബിംബാരാധകരായ ആളുകളാണ് അങ്ങനെ വിശ്വസിക്കുക. എങ്ങനെ? ആരാധനക്കർഹൻ അള്ളാഹു അല്ല, ബിംബങ്ങളും അതിനർഹരാണ് എന്ന് വിശ്വസിക്കലാണ് അവരുടെ അഭിപ്രായ പ്രകാരം. മറ്റത് പറഞ്ഞത് പിന്നെ അള്ളാഹുവിന് ആ അവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചിലതിൽ ആ സ്ഥാനം അവർ കൽപ്പിച്ചെടുക്കും അല്ലെ, തീ ആരാധകർ തീനെ ആരാധിക്കുന്നത് പോലെ. അതുകൊണ്ട് അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്നും ഇല്ല, അതുപോലെ ആരുമില്ല എന്ന രീതിയിൽ അതിനെ അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനോട് തുല്യമായ ഒന്നുമില്ല.